2 ദിനവൃത്താന്തം 29 അധ്യായം. യെഹിസ്കീയാവ് 25 വയസ്സിൽ വാഴ്ച തുടങ്ങി. 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അബിയ എന്നു പേർ. അവൾ സെഖര്യാവിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്നു അറ്റകുറ്റം തീർത്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി കിഴക്കെ വിശാല സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞതെന്തെന്നാൽ, ലേവ്യരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളവിൻ. നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു, നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു, അവനെ ഉപേക്ഷിക്കുകയും യഹോവയുടെ നിവാസത്തിങ്കിൽ നിന്ന് മുഖം തിരിച്ച് അതിന് പുറം കാട്ടുകയും ചെയ്തുവല്ലോ. അവർ മണ്ഡപത്തിൻ്റെ വാതിലുകൾ അടച്ചു, വിളക്ക് കെടുത്തി, വിശുദ്ധ മന്ദിരത്തിൽ ഇസ്രയേലിൻ്റെ ദൈവത്തിന് ധൂപം കാണിക്കാതെയും ഹോമയാഗം കഴിക്കാതെയും ഇരുന്നു. അതുകൊണ്ട് യഹോവയുടെ കോപം യഹൂദയുടെയും യെരൂശലേമിൻ്റെയും മേൽ വന്നു. നിങ്ങൾ സ്വന്തം കണ്ണാൽ കാണുന്നത് പോലെ അവൻ അവരെ നടുക്കത്തിനും അമ്പരപ്പിനും ഹാസ്യത്തിനും വിഷയമാക്കി തീർത്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ വാളിനാൽ വീഴുകയും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ ഭാര്യമാരും ഇത് നിമിത്തം പ്രവാസത്തിൽ ആകുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറേണ്ടതിന് അവനോട് ഒരു നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ മക്കളെ, ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത്. തന്നെ ശുശ്രൂഷിക്കേണ്ടതിന് തൻ്റെ സന്നിധിയിൽ നിൽപ്പാനും തനിക്ക് ശുശ്രൂഷക്കാരായി ധൂപം കാട്ടുവാനും യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ. അപ്പോൾ കെഹാത്യരിൽ അമാസായിയുടെ മകൻ മഹത്ത്, അസര്യാവിൻ്റെ മകൻ യോവേൽ, മെരാര്യരിൽ അബ്ദിയുടെ മകൻ കീഷ്, എഹല്ലേലേലിൻ്റെ മകൻ അസര്യാവ്, ഗർശോന്യരിൽ സിമ്മയുടെ മകൻ യോവാഹ്, യോവാഹിൻ്റെ മകൻ ഏദൻ, എലീസ, ഫാന്യരിൽ സിമ്രി, യെയുവേൽ, അസാഫ്യരിൽ സെഖര്യാവ്, മഥന്യാവ്, ഹേമാന്യരിൽ യഹൂവേൽ, ശിമയി, യെദുഥൂന്യരിൽ ശിമയ്യാവ്, ഉസിയേൽ എന്നീ ലേവ്യർ എഴുന്നേറ്റു. തങ്ങളുടെ സഹോദരന്മാരെ ഒന്നിച്ചുകൂട്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. യഹോവയുടെ വചനപ്രകാരം രാജാവിൻ്റെ കൽപ്പനയനുസരിച്ചു യഹോവയുടെ ആലയത്തെ വെടിപ്പാക്കുവാൻ വന്നു. പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിൻ്റെ അകം വെടിപ്പാക്കുവാൻ അതിൽ കടന്നു. യഹോവയുടെ ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും പുറത്ത് യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്നു. ലേവ്യർ അത് കൊണ്ടുപോയി കിദ്രോൻ തോട്ടിൽ ഇട്ടുകളഞ്ഞു. 1-ാം മാസം 1-ാം തീയതി അവർ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി. 8-ാം തീയതി അവർ യഹോവയുടെ മണ്ഡപത്തിങ്കലെത്തി. ഇങ്ങനെ അവർ 8 ദിവസം കൊണ്ട് യഹോവയുടെ ആലയം വിശുദ്ധീകരിച്ചു. 1-ാം മാസം 16-ാം തീയതി തീർത്തു. യെഹിസ്കീയാ രാജാവിൻ്റെ അടുക്കൽ അകത്തു ചെന്നു, ഞങ്ങൾ യഹോവയുടെ ആലയം മുഴുവനും ഹോമപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പത്തിൻ്റെ മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വെടിപ്പാക്കി. ആഹാസ് രാജാവ് തൻ്റെ വാഴ്ചക്കാലത്ത് തൻ്റെ ദ്രോഹത്താൽ നീക്കിക്കളഞ്ഞ ഉപകരണങ്ങളൊക്കെയും നന്നാക്കി വിശുദ്ധീകരിച്ചിരിക്കുന്നു. അവ യഹോവയുടെ യാഗപീഠത്തിന് മുൻപിലുണ്ട് എന്ന് പറഞ്ഞു. യെഹിസ്കീയാ രാജാവ് കാലത്തെ എഴുന്നേറ്റു നഗരാധിപതികളെ കൂട്ടി യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. അവർ രാജ്യത്വത്തിനും വിശുദ്ധ മന്ദിരത്തിനും യഹൂദയ്ക്കും വേണ്ടി 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും 7 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 7 വെള്ളാട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അവയെ യഹോവയുടെ യാഗപീഠത്തിന്മേൽ യാഗം കഴിപ്പാൻ അവൻ അഹരോന്യരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു. അങ്ങനെ അവർ കാളകളെ അറുത്തു. പുരോഹിതന്മാർ രക്തം വാങ്ങി യാഗപീഠത്തിന്മേൽ തളിച്ചു. ആട്ടുകൊറ്റന്മാരെ അറുത്തു, രക്തം യാഗപീഠത്തിന്മേൽ തളിച്ചു. കുഞ്ഞാടുകളെ അറുത്തു, രക്തം യാഗപീഠത്തിന്മേൽ തളിച്ചു. പിന്നെ അവർ പാപയാഗത്തിനുള്ള വെള്ളാട്ടുകൊറ്റന്മാരെ രാജാവിൻ്റെയും സഭയുടെയും മുൻപിൽ കൊണ്ടുവന്നു. അവർ അവയുടെ മേൽ കൈവച്ചു. പുരോഹിതന്മാർ അവയെ അറുത്തു. എല്ലാ ഇസ്രയേലിനും പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് അവയുടെ രക്തം യാഗപീഠത്തിന്മേൽ പാപയാഗമായി അർപ്പിച്ചു. എല്ലാ ഇസ്രയേലിനും വേണ്ടി ഹോമയാഗവും പാപയാഗവും കഴിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. അവൻ ദാവീദിൻ്റെയും രാജാവിൻ്റെ ദർശകനായ ഗാദിൻ്റെയും നാഥാൻ പ്രവാചകൻ്റെയും കൽപ്പന പ്രകാരം ലേവ്യരെ കൈത്താളങ്ങളോടും വീണകളോടും കിന്നരങ്ങളോടും കൂടെ യഹോവയുടെ ആലയത്തിൽ നിർത്തി. അങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം യഹോവ കൽപ്പിച്ചിരുന്നു. ലേവ്യർ ദാവീദിൻ്റെ വാദ്യങ്ങളോടും പുരോഹിതന്മാർ കാഹളങ്ങളോടും കൂടെ നിന്നു. പിന്നെ യെഹിസ്കീയാവ് യാഗപീഠത്തിന്മേൽ ഹോമയാഗം കഴിപ്പാൻ കൽപ്പിച്ചു.
ഹോമയാഗം തുടങ്ങിയപ്പോൾ തന്നെ അവർ കാഹളങ്ങളോടും ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ വാദ്യങ്ങളോടും കൂടെ യഹോവയ്ക്ക് പാട്ടുപാടുവാൻ തുടങ്ങി. ഉടനെ സർവ്വസഭയും നമസ്കരിച്ചു. സംഗീതക്കാർ പാടുകയും കാഹളക്കാർ ഊതുകയും ചെയ്തു. ഇതൊക്കെയും ഹോമയാഗം കഴിയുന്നത് വരെ ചെയ്തുകൊണ്ടിരുന്നു. യാഗം കഴിച്ചു തീർന്നപ്പോൾ രാജാവും കൂടെയുണ്ടായിരുന്ന എല്ലാവരും വണങ്ങി നമസ്കരിച്ചു. പിന്നെ യെഹിസ്കീയാ രാജാവും പ്രഭുക്കന്മാരും ലേവ്യരോട് ദാവീദിൻ്റെയും ആസാഫ് ദർശകന്റെയും വചനങ്ങളാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ കൽപ്പിച്ചു. അവൻ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് തല കുനിച്ച് നമസ്കരിച്ചു. നിങ്ങൾ ഇപ്പോൾ യഹോവയ്ക്ക് നിങ്ങളെ തന്നെ നിവേദിച്ചിരിക്കുന്നു. അടുത്തു വന്ന് യഹോവയുടെ ആലയത്തിൽ ഹനനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും കൊണ്ടുവരുവിൻ എന്ന് യെഹിസ്കീയാവ് പറഞ്ഞു. അങ്ങനെ സഭ ഹനനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും നല്ല മനസ്സുള്ളവർ എല്ലാവരും ഹോമയാഗങ്ങളും കൊണ്ടുവന്നു. സഭ കൊണ്ടുവന്ന ഹോമയാഗങ്ങളുടെ എണ്ണം കാള 70, ആട്ടുകൊറ്റൻ 100, കുഞ്ഞാട് 200. ഇവയൊക്കെയും യഹോവയ്ക്ക് മഹായാഗത്തിനായിരുന്നു. നിവേദിത വസ്തുക്കളോ 600 കാളയും 3000 ആടും ആയിരുന്നു. പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം തോലുരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ സഹോദരന്മാരായ ലേവ്യർ ആ വേല തീരുവോളവും പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളവും അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. ഹോമയാഗങ്ങൾ സമാധാനയാഗങ്ങൾക്കുള്ള മേധസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയയാഗങ്ങളോടും കൂടെ അനവധി ആയിരുന്നു. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി. ദൈവം ജനത്തിന് ഒരുക്കിക്കൊടുത്തതിൽ യെഹിസ്കീയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. അധ്യായം 30. അനന്തരം യെഹിസ്കീയാവ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കേണ്ടതിന് യെരുശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് വരുവാൻ എല്ലാ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും അടുക്കൽ ആളയച്ചു. എഫ്രയീമിനും മനശ്ശെക്കും എഴുത്തുമെഴുതി 2-ാം മാസത്തിൽ പെസഹ ആചരിക്കണമെന്ന് രാജാവും അവൻ്റെ പ്രഭുക്കന്മാരും യെരുശലേമിലെ സർവ്വസഭയും നിർണയിച്ചിരുന്നു. പുരോഹിതന്മാർ വേണ്ടുന്നത്രയും പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതെയും ജനം യെരുശലേമിൽ ഒരുമിച്ച് കൂടാതെയും ഇരുന്നതുകൊണ്ട് സമയത്ത് അത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആ കാര്യം രാജാവിനും സർവ്വസഭയ്ക്കും സമ്മതമായി. ഇങ്ങനെ അവർ യെരുശലേമിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പാൻ വരേണ്ടതിന് ബർശേബ മുതൽ ദാൻ വരെ എല്ലാ ഇസ്രായേലിൻ്റെ ഇടയിലും പരസ്യമാക്കണമെന്ന് ഒരു തീർപ്പുണ്ടാക്കി. അവർ ബഹുകാലമായിട്ട് അത് വിധി പോലെ ആചരിച്ചിരുന്നില്ല. അങ്ങനെ ഓട്ടാളർ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെയും എഴുത്തുകൾ എല്ലാ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും ഇടയിൽ കൊണ്ടുപോയി രാജകൽപ്പന പ്രകാരം പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളെ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ നിങ്ങളിൽ അശ്ശൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ശേഷിപ്പിൻ്റെ അടുക്കിലേക്ക് തിരിയേണ്ടതിന് നിങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് അകൃത്യം ചെയ്ത നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരന്മാരെയും പോലെ നിങ്ങൾ ആകരുത്. അവൻ അവരെ നാശത്തിന് ഏൽപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ കാണുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ദുശ്ശാഠ്യം കാണിക്കരുത്. യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊള്ളുവിൻ. അവൻ സദാകാലത്തേക്കും വിശുദ്ധീകരിച്ചിരിക്കുന്ന അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളെ വിട്ടുമാറേണ്ടതിന് അവനെ സേവിപ്പിൻ. നിങ്ങൾ യഹോവയെങ്കിലേക്ക് വീണ്ടും തിരിയുന്നു എങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും തങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവരോട് കരുണ ലഭിച്ച് ഈ ദേശത്തിലേക്ക് മടങ്ങിവരും. നിങ്ങളുടെ ദൈവമായ യഹോവ കൃപയും കരുണയും ഉള്ളവനല്ലോ. നിങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞു വരുന്നു എങ്കിൽ അവൻ നിങ്ങളെ നോക്കാതെ വണ്ണം മുഖം തിരിച്ചു കളകയില്ല. അങ്ങനെ ഓട്ടാളർ എഫ്രൈമിൻ്റെയും മനശ്ശെയുടെയും ദേശത്ത് പട്ടണം തോറും സെബുലൂൻ വരെ സഞ്ചരിച്ചു. അവരോ അവരെ പരിഹസിച്ച് നിന്ദിച്ചു കളഞ്ഞു. എങ്കിലും ആശേരിലും മനശ്ശെയിലും സെബുലൂനിലും ചിലർ തങ്ങളെ തന്നെ താഴ്ത്തി യെരുശലേമിലേക്ക് വന്നു. യഹൂദയിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു. അങ്ങനെ 2-ാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിപ്പാൻ ബഹുജനം ഏറ്റവും വലിയൊരു സഭയായി യെരുശലേമിൽ വന്നുകൂടി. അവർ എഴുന്നേറ്റു യെരുശലേമിൽ ഉണ്ടായിരുന്ന ബലിപീഠങ്ങളെ നീക്കിക്കളഞ്ഞു. സകല ധൂപകലശങ്ങളെയും
എടുത്ത് കിദ്രോൻ തോട്ടിൽ എറിഞ്ഞു കളഞ്ഞു. 2-ാം മാസം 14-ാം തീയതി അവർ പെസഹ അറുത്തു. എന്നാൽ പുരോഹിതന്മാരും ലേവ്യരും ലജ്ജിച്ചു തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു യഹോവയുടെ ആലയത്തിൽ ഹോമയാഗങ്ങളെ കൊണ്ടുവന്നു. അവർ ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണ പ്രകാരം തങ്ങൾക്കുള്ള വിധി അനുസരിച്ച് തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് പുരോഹിതന്മാർ ലേവ്യരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തവർ പലരും സഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഓരോരുത്തനു വേണ്ടി പെസഹ അറുത്തു യഹോവയ്ക്ക് നിവേദിക്കേണ്ടതിന് ലേവ്യർ ഭാരമേറ്റിരുന്നു. വലിയൊരു ജനസമൂഹം എഫ്രൈമിൽ നിന്നും മനശ്ശയിൽ നിന്നും ഇസാഖാരിൽ നിന്നും സെബൂലൂനിൽ നിന്നും ഉള്ള അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ട് മറ്റൊരു പ്രകാരത്തിൽ പെസഹ തിന്നു. എന്നാൽ യെഹിസ്കീയാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ, തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിപ്പാൻ മനസ്സുവെക്കുന്ന എല്ലാവരോടും ദയാലുവായ യഹോവയെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. യഹോവ യെഹിസ്കീയാവിൻ്റെ പ്രാർത്ഥന കേട്ടു ജനത്തെ സൗഖ്യമാക്കി. അങ്ങനെ യെരൂശലേമിൽ വന്നുകൂടിയിരുന്ന ഇസ്രായേൽ മക്കൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം 7 ദിവസം മഹാസന്തോഷത്തോടെ ആചരിച്ചു. ലേവ്യരും പുരോഹിതന്മാരും ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ യഹോവയ്ക്ക് പാടി ദിവസം പ്രതിയും യഹോവയെ സ്തുതിച്ചു. യെഹിസ്കീയാവ് യഹോവയുടെ ശുശ്രൂഷയിൽ സാമർഥ്യം കാണിച്ച എല്ലാ ലേവ്യരോടും ഹൃദ്യമായി സംസാരിച്ചു. അവർ സമാധാനയാഗങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ സ്തുതിച്ചും കൊണ്ട് 7 ദിവസം ഉത്സവം ഘോഷിച്ചു, ഭക്ഷണം കഴിച്ചു. പിന്നെയും 7 ദിവസം ഉത്സവം ആചരിപ്പാൻ സർവ്വസഭയും നിർണയിച്ചു. അങ്ങനെ അവർ വേറെ 7 ദിവസവും സന്തോഷത്തോടെ ആചരിച്ചു. യഹൂദ രാജാവായ യെഹിസ്കീയാവ് സഭയ്ക്ക് 1000 കാളയെയും 7000 ആടിനെയും കൊടുത്തു. പ്രഭുക്കന്മാരും സഭയ്ക്ക് 1000 കാളയെയും 10000 ആടിനെയും കൊടുത്തു. അനേകം പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. യഹൂദയുടെ സർവ്വസഭയും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രയേലിൽ നിന്ന് വന്ന സർവ്വസഭയും ഇസ്രയേൽ ദേശത്തു നിന്ന് വന്നു യഹൂദയിൽ പാർത്തിരുന്ന പരദേശികളും സന്തോഷിച്ചു. അങ്ങനെ യെരൂശലേമിൽ മഹാസന്തോഷമുണ്ടായി. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ ശലോമോന്റെ കാലം മുതൽ ഇതുപോലെ യെരൂശലേമിൽ സംഭവിച്ചിട്ടില്ല. ഒടുവിൽ ലേവ്യരായ പുരോഹിതന്മാർ എഴുന്നേറ്റു ജനത്തെ അനുഗ്രഹിച്ചു. അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവൻ്റെ വിശുദ്ധ നിവാസമായ സ്വർഗത്തിൽ എത്തുകയും ചെയ്തു.